ഡെയിലി ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി. നിങ്ങളുടെ മുടി നന്നായിട്ട് വളരും, മുടി കൊഴിച്ചിലൊക്കെ മാറും, സ്കിന്നും നല്ല ഗ്ലോ ആവും. ഇതിൽ പഞ്ചസാര, ശർക്കര അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള 100% ഹെൽത്തി ആയിട്ടുള്ള എനർജി പ്രോട്ടീൻ ബോൾസ് ആണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാനിലേക്ക് ആദ്യം നമുക്ക് കപ്പലണ്ടി വറുത്തെടുക്കണം. എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പിന്നെ ചേർക്കേണ്ടത് ഫ്ലാക്സ് സീഡാണ്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ചൂടാറിയതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാനുള്ളതാണ്. നല്ലൊരു സ്മെല്ല് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് എള്ളാണ്. വെളുത്ത എള്ളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കറുത്ത എള്ളാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതും ഇതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് മൂന്നും കൂടെ ഇതുപോലെ ഗ്രാനുൾസ് ആയിട്ട് പൊടിച്ചെടുക്കുക. ഒരുപാട് ഫൈൻ പൗഡർ ആവണ്ട. ഇനി നമുക്ക് നട്ട്സ് മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബദാം, മെലൺ സീഡ്സ്, പംകിൻ സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, ചിയ സീഡ്സ് ഇതെല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. പൾസ് ചെയ്തെടുക്കണം മിക്സിയുടെ ജാറിൽ. അതായത് നിർത്തി അടിച്ചെടുക്കുക. ചെറിയ പീസസ് ആയിട്ടാണ് റോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നമുക്ക് മധുരത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഡേറ്റ്സ് ആണ്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സോഫ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം അരമണിക്കൂർ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് കുരുവൊക്കെ മാറ്റിയതിന് ശേഷം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഈ ഒരു വലിയ ബൗൾ എടുത്തിട്ട് ആദ്യം നമ്മൾ പൊടിച്ചു വെച്ചില്ലേ ആ മിക്സ് ഇടുക. അതിലേക്ക് ഡേറ്റ്സ് മിക്സ് ചേർത്തിട്ട് ഇതുപോലെ പതുക്കെ മിക്സ് ചെയ്തെടുക്കുക. എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ കൈകൊണ്ട് ഉടച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നട്ട്സ് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു മിക്സ് ആക്കി എടുക്കുക. ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ ബോൾസ് ആയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു റെക്റ്റാങ്കുലർ പാനിൽ പരത്തിയിട്ട് സ്ക്വയർ ആയിട്ട് ബാൾസ് ആയിട്ട് കട്ട് ചെയ്തിട്ടും എടുക്കാം. ഇതുപോലെ ഒരേ ഷേപ്പിൽ ഉണ്ടാക്കിയാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. എനിക്ക് ഇങ്ങനെ 20 എണ്ണമാണ് ഈ ഒരു ക്വാണ്ടിറ്റി കൊണ്ട് കിട്ടിയിട്ടുള്ളത്. എല്ലാവരും ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, നല്ല ന്യൂട്രീഷ്യസ് ആണ്. ഇത് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെക്കുകയാണെങ്കിൽ 1 മാസം വരെ പുറത്ത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. വെള്ളമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. കണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് ഇതിരിക്കുന്നത്. എല്ലാ ന്യൂട്രിയൻസും അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ.